ചാനലിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോളിഡേ സ്റ്റഡി റുട്ടീനാണ് കേട്ടോ. ഞാനൊരു 3:15 ആയപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. രാവിലെ തൊട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ട് സോറി. രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. രാവിലെ എണീറ്റു, പല്ലിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫോൺ നോക്കി ടൈം കളഞ്ഞു. പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഈവനിങ് തൊട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നല്ലോ, ഇന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീക്ക്ലി വൺസ് ഡെസ്ക് ഒന്ന് റീസെറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ആ ടേബിളൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്നത് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുത്ത് സാധനങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് ആ ഒരു പ്ലേസിൽ തന്നെ വയ്ക്കുക എന്നുള്ളതാണ്. ഡെസ്ക് മേക്ക് ഓവർ ഞാൻ ചെയ്യുന്നത് മന്ത്ലി വൺസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ റീസെറ്റ് എന്ന് പറയുമ്പോൾ വേറെ സംഭവമാണ്. ഓക്കെ, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എല്ലാ ഓർഗനൈസറൊക്കെ എടുത്ത് തട്ടി പൊടി തട്ടി എല്ലാം വൃത്തിയാക്കി അത് ആ ഒരു പ്ലേസിൽ തന്നെ വയ്ക്കും. ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്ലേസൊക്കെ മാറ്റിയിട്ട് വയ്ക്കാറുള്ളത്. അതേ ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിക്കി നോട്ടൊക്കെ എടുത്ത് മാറ്റി പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ആരും അധികം ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല വീഡിയോസിൻ്റെ സജഷൻസ്. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോസിലൊക്കെ എന്തായാലും നിങ്ങൾ പറയുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാനർ എടുത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ലാപ്ടോപ്പ് എടുത്തതിന് ശേഷം എനിക്ക് വേണ്ട മാത്സ് ക്ലാസ് വേണമായിരുന്നു. നമ്മുടെ സൈലത്തിലെ ED സാറിൻ്റെ ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഫുള്ളിരുന്ന് കാണാൻ വേണ്ടി അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പ്ലാനർ എടുത്തിട്ട് അതിൻ്റെ മുമ്പ് വെച്ച് തന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണ്. പ്ലാൻ ചെയ്തതിന് ശേഷം നേരെ ഇരുന്ന് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ ക്ലാസ് കണ്ടിട്ട് എനിക്കൊരു ചാപ്റ്റർ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മാത്സ് കുറച്ച് ടഫാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ അത് ആ പ്ലാനറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മാത്സ് പഠിക്കേണ്ടിയിരുന്നു. ED സാറിൻ്റെ ക്ലാസ്സായിരുന്നു, അടിപൊളിയായിരുന്നു. പാർട്ട് 1 മാത്രം കണ്ടിട്ടുള്ളൂ, പാർട്ട് 2 കൂടി ഇനി കാണാൻ. അപ്പോൾ അതിരുന്ന് കാണുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. ഡേ ഇൻ മൈ ലൈഫും പിന്നെ നൈറ്റ് സ്റ്റഡി റുട്ടീനുമാണ്. ആകെ 4-5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോൻ്റെ. മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മലയാളം പഠിക്കണമായിരുന്നു. മലയാളം പഠിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്, ബിക്കോസ് എനിക്ക് കോൾഡായിരുന്നു 2-3 ദിവസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയ വ്യത്യാസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബ്രേക്ക് എടുത്തു, ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞിട്ട് മലയാളം പഠിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ബെഡ് കുടഞ്ഞിടാമെന്ന് വിചാരിച്ചു. ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലോക്കിൽ ടൈം നോക്കിയപ്പോൾ 6:15 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മലയാളവും മാത്സും എല്ലാം പഠിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഓർത്തത് മിഡ് ടേം എക്സാമിൻ്റെ ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മറന്നു പോകും. പിന്നെ ആ ഒരു ടൈമിൽ എഴുതാൻ ഓർക്കാളൂ കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോൾ എഴുതാൻ ഓർക്കുള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് മന്ത് 6th സ്റ്റാർട്ട് ആവണത് എക്സാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ ആ സമയത്ത് പോർഷൻസൊക്കെ കവർ ആവത്തുള്ളൂ. നിങ്ങളുടെ എക്സാമിൻ്റെ മിഡ് ടേം എക്സാമിൻ്റെ ടൈം ടേബിൾ കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ തമ്പനയിലൊക്കെ എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് അറിയണം എന്നുള്ളവർക്ക് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് കാണാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെയും കൂടി ലിങ്ക് കൊടുത്തേക്കാം. വളരെ ഈസി ആയിട്ട് 3 ആപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്പനെയിൽസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്താണ് ടൈം ടേബിളൊക്കെ അടിച്ചു വയ്ക്കുന്നത്. എന്നാലും നമ്മൾ പഠിച്ചാൽ നമ്മുടെ മാർക്കും കൂടി നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളും നന്നായിട്ട് പഠിക്കാൻ. നിങ്ങളുടെ മിഡ് ടേം എക്സാമൊക്കെ ആവാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആഗസ്റ്റിൽ നമ്മുടെ ഓൺ എക്സാം സ്റ്റാർട്ടാവും. പിന്നെ ക്രിസ്മസ് എക്സാമായി, ആനുവൽ എക്സാമായി, അങ്ങനെ കുറേ എക്സാംസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴും പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി എപ്പോഴേ പഠിച്ചാലേ നമുക്ക് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എല്ലാ പോർഷൻസും കവറായിട്ട് ജസ്റ്റ് റിവിഷൻ ചെയ്താൽ മാത്രം മതിയാവും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഈസിയുമായിരിക്കും കേട്ടോ. പഠനത്തോട് നമുക്കൊരു ബോറിങ്ങോ ഫീൽ ആകത്തില്ല. അപ്പോൾ നിങ്ങളെവിടെ വരെയൊക്കെ പഠിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ തീരാറായോ അതൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ
വീഡിയോ സജഷൻസ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഇഷ്ടമുള്ള വീഡിയോ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതായിരുന്നു നമ്മുടെ എക്സാം ടൈം ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ലാസ്റ്റായപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ച് അവിടെ തന്നെ വാളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 6:45 ആയപ്പോഴാണ് ബിസ്ക്കറ്റും ചായയും കുടിച്ചത്. ടീ ടൈം ആയിരുന്നു. കുറച്ച് നേരം ഫോണൊക്കെ നോക്കി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.